രാഷ്ട്രീയം ന്യൂസിലേക്ക് സ്വാഗതം. നൂറ് വീടുകൾ നവീകരിച്ച് ചങ്ങനാശ്ശേരിയെ മാതൃകാ നഗരമാക്കി മാറ്റാൻ റീബിൽഡ്. പഴയ വീടുകളിൽ വാസയോഗ്യമല്ലാത്ത പല വീടുകളും നമ്മുടെ നാട്ടിലുണ്ട്. പല വീടുകളുടെയും പരിസരങ്ങളൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. വീടുകൾക്കാർ ശുചിമുറി ഇല്ലാത്ത വീടുകളെ, മേൽക്കൂര ചോരുന്ന വീടുകളെ, ഭിന്നശേഷിക്കാരായ ആൾക്കാർ താമസിക്കുന്ന വീടുകളെ, വിധവകളെ, സ്ഥിരരോഗികൾ, ഇങ്ങനെയുള്ള പല ആളുകൾക്കും സഹായം എത്തിക്കാനായിട്ട് സന്നദ്ധത പല ആളുകളും കാണിക്കുന്നുണ്ട്. അവർക്ക് പോയി ചോദിക്കാനും സഹായം അഭ്യർത്ഥിക്കാനുള്ള അവസരവും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ വീടുകൾ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ റീബിൽഡ് പദ്ധതിയുടെ പരിപാടി. സർഗക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റും ഡോക്ടർ ജോർജ് പടനിലം ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പാക്കുന്ന റീബിൽഡ് 2026 വാർത്തകൾ വിശദമായി. ചങ്ങനാശ്ശേരിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി തലയയ്ക്കാൻ ഒരിടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സർഗക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റും ഡോക്ടർ ജോർജ് പടനിലം ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പാക്കുന്ന റീബിൽഡ് 2026 പദ്ധതിക്ക് തുടക്കമായി. വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളും ചങ്ങനാശ്ശേരി നഗരസഭയിലെ 9 വാർഡുകളിലെയും ജനപ്രതിനിധികളുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സർഗക്ഷേത്ര സീനിയർ സിറ്റിസൺ ഫോറം, ചങ്ങനാശ്ശേരി SB കോളേജിലെ നാഷണൽ സർവീസ് സ്കീം ക്ലബ്ബ്, ക്രിസ്തുജ്യോതി കോളേജിലെ MSW ഡിപ്പാർട്ട്മെന്റ്, CMI സെന്റ് ജോസഫ് പ്രോവിൻസ് തിരുവനന്തപുരം, സോഷ്യൽ അപ്പോസ്റ്റലേറ്റ് എന്നിവർ പങ്കാളികളാകുന്നതാണ് റീബിൽഡ് 2026. ഈ റീബിൽഡ് കൺസെപ്റ്റ് ചങ്ങനാശ്ശേരി കൺസെപ്റ്റിലൂടെ പോകുന്നതിലൂടെ 100 വീടുകളാണ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. അതിനുള്ള നിബന്ധനകളും ആ പ്രോജക്റ്റ് വിതരണം വളരെ വിശദമായിട്ട് വർഗീസ് സാർ പറയും. ഏറെ സന്തോഷം എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടത്തിയത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും വലിയ അഭിമാനമായിട്ടുള്ള, മലയാളത്തിന്റെയും ഇന്ത്യയുടെയും അഭിമാനമായിട്ടുള്ള ബഹുമാനപ്പെട്ട ചലച്ചിത്ര താരം മോഹൻലാൽ സാറാണ് ഇതിന്റെ റീബിൽഡ് പ്രോജക്ടിന്റെ ലോഗോ പ്രകാശനം നടത്തിയത്. ഒരു വർഷത്തിനുള്ളിൽ 100 വീടുകൾ നവീകരിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യവുമായിട്ടാണ് ഈ ജനകീയ ദൗത്യം 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഡോക്ടർ ജോർജ് പടനിലം, ഫാദർ അലക്സ് പ്രായിക്കളം എന്നിവരുടെ സാന്നിധ്യത്തിൽ മലയാളത്തിന്റെ പ്രിയ താരം പത്മഭൂഷൺ മോഹൻലാൽ പദ്ധതിയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചത്. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർ, വിധവകൾ, ഭിന്നശേഷിക്കാർ, മാരക രോഗം ബാധിച്ചവർ എന്നിവർ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രത്യേക മുൻഗണന നൽകിക്കൊണ്ട് സാമൂഹ്യമായ കരുതൽ ഉറപ്പാക്കാൻ സംഘാടകർ ലക്ഷ്യമിടുന്നു. ഓരോ വീടിന്റെയും അവസ്ഥ നേരിട്ട് വിലയിരുത്തി അത്യന്താപേക്ഷിതമായ അറ്റകുറ്റപ്പണികൾക്കാണ് ഈ ഘട്ടത്തിൽ ഊന്നൽ നൽകുന്നത്. ചോർന്നലിക്കുന്ന മേൽക്കൂരകളുടെ പുനർനിർമ്മാണം, തറകളിൽ ടൈൽ പാകി ബലപ്പെടുത്തൽ, അപകടരഹിതമായ രീതിയിലുള്ള ഇലക്ട്രിക് വയറിംഗ്, വൃത്തിയുള്ള ശുചിമുറികളുടെ നിർമ്മാണം എന്നിവ ഉറപ്പാക്കും. വിദ്യാഭ്യാസത്തിന് പിന്തുണയേകുന്നതിനായി പ്രത്യേക പഠനമുറികൾ, 1 ലക്ഷം രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിലൂടെ ഓരോ കുടുംബത്തിനും അന്തസ്സും സുരക്ഷിതത്വമുള്ള ജീവിത സാഹചര്യം ഒരുക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. CSR ഫണ്ടുകൾ, തദ്ദേശ സ്വയംഭരണ പൊതുജനങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങളുടെ സഹകരണം, സമാഹരണം എന്നിവയിലൂടെയാണ് പദ്ധതിക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നത്. വിദ്യാർത്ഥികൾ നയിക്കുന്ന 10 രൂപ ചലഞ്ച് പോലുള്ള പരിപാടികളിലൂടെ ഈ ദൗത്യത്തെ ഒരു വലിയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത്. സമ്മേളനത്തിൽ സർഗക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ അലക്സ് പായിക്കളം, ജോർജ് പടനിലം ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഫൗണ്ടർ ഡോക്ടർ ജോർജ് പടനിലം, വാഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വീണ C. ദിലീപ്, മുനിസിപ്പൽ കൗൺസിലർ ശോഭ വിശ്വംഭരൻ, സർഗക്ഷേത്ര സീനിയർ സിറ്റിസൺസ് ഫോറം പ്രസിഡന്റ് ജോസഫ് നടുവിലേഴം, വർഗീസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ ന്യൂസ്, ചങ്ങനാശ്ശേരി.